മനുഷ്യരായ ഒരാൾക്കും ഇത് ചെയ്യാനാവില്ല. ഇപ്പം ജി സുധാകരൻ ഇപ്പോൾ ഈ പ്രശ്നം ഉന്നയിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടതും ഇങ്ങനെ തന്നെയാണ്. അത് അത് അതാണ് അതിൻ്റെ സ്റ്റാൻഡ്. മനുഷ്യരായ ആർക്കെങ്കിലും ഒരാൾക്കത് പറ്റോ? ഒരാൾക്കും പറ്റില്ല. ഇതാണ് അതിൻ്റെ പൊളിറ്റിക്സ്. അത്രയേ ഉള്ളൂ. അത് ശ്രീ സുധാകരനായാലും ശരി, ശ്രീ കെ മുരളീധരനായാലും ശരി, അതാരായാലും ശരി, അത് ശരിയല്ല. അത്രയേ ഉള്ളൂ. അതങ്ങനെ ചെയ്യരുത്. നമ്മൾ പരമാവധി പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഇതെല്ലാം കൂട്ടണം, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ കൂട്ടണം. അങ്ങനെ മാത്രമേ ഏറ്റവും നല്ല ഒരു ആരോഗ്യ പരിപാലനത്തിൻ്റെയും സാമൂഹ്യ സുരക്ഷയുടെയും മോഡലുകൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഗവൺമെൻറ് ചെയ്യുന്നത് ഗവൺമെൻറ് ചെയ്തോട്ടേനെ. ഇങ്ങനെയുള്ള ഒന്നിനെയും നിരുത്സാഹപ്പെടുത്തരുത്. വരൂ, ഇതുപോലെ ചെയ്യൂ. ഞാൻ ഓർമ്മിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ തന്നെയുള്ള ശ്രീ രമേശ് ചെന്നിത്തല കാസർഗോഡ് നടത്തിയൊരു പ്രസംഗമുണ്ട്. അത് പിന്നീട് ലീക്കായി. എന്താ പറഞ്ഞത്? യൂത്ത് കോൺഗ്രസ്സുകാരോട് പറയുകയാണ്, നിങ്ങൾ പോയി അതുപോലെ ചെയ്യൂ, എത്ര മാതൃകാപരമായ പ്രവർത്തനമാണ് എന്നല്ലേ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നത്, കൊടിവെക്കുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം എന്താണ്? ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് മറ്റുള്ളവർക്കും മാതൃകയാണ്. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾ കോവിഡ് സമയത്താണ് ആക്രി പറക്കാൻ തുടങ്ങിയത്. അന്നാണ് റീസൈക്കിൾ കേരള എന്ന് പറയുന്ന ആക്രി ചലഞ്ച്. ഇതിലൂടെ റെസീപ്റ്റ് ഇല്ലാതെ നമുക്ക് ആളുകളിൽ നിന്ന് ഒരു പബ്ലിക് പാർട്ടിസിപ്പേഷനിലൂടെ പണം കണ്ടെത്താനുള്ള ഒരു പ്രോഗ്രാം ഞങ്ങൾ ആവിഷ്കരിച്ചത് DYFI റീസൈക്കിൾ കേരള മോഡലാണ് ആദ്യമായി. അതിനു മുമ്പ് ഒരു സംഘടനയും അങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ഇതുപോലെ ചെയ്തിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ്? അതിപ്പോൾ പലരും അത് പിന്നിടുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് യൂത്ത് ലീഗ്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്, പലരും അതിനെ പിൻപറ്റുന്നു. അതൊരു മാതൃകയാണ്. അപ്പോൾ ഇത്തരം മാതൃകകളെ അനുകരിക്കാൻ ശ്രമിക്കാതെ നല്ല മാതൃകകളെ കഴുത്തു ഞെരിച്ച് കൊല്ലുന്നത് എത്ര വലിയ വൈകൃതമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. അതിനെക്കുറിച്ച് അതൊന്നും അല്ലാതെ വേറെ എന്ത് വാക്കാണ് മാന്യമായി ഇവിടെ നിന്ന് പറയാൻ പറ്റുക? എനിക്കറിയില്ല. അതുകൊണ്ട് ഒറ്റ വരി, ബഹുമാനപ്പെട്ട ശ്രീ കെ മുരളീധരൻ, ചോറിൽ മണ്ണ് വാരിയിടരുത്. പാവങ്ങളുടെ ചോറിൽ, സാധാരണക്കാരുടെ ചോറിൽ. ഞാൻ ഒരു കാര്യം കൂടി ആവർത്തിക്കുന്നു, ഇത് പാവങ്ങൾ മാത്രമല്ല. ഇപ്പോൾ കമ്മ്യൂണിറ്റി കിച്ചൺ പറഞ്ഞല്ലോ, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വന്നു നിൽക്കുന്ന മനുഷ്യർ, പൈസ ഇല്ലാത്തവർ മാത്രമല്ല. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, രോഗികൾ മാത്രമല്ല ഈ ഭക്ഷണം വാങ്ങുന്നത്, കൂട്ടിരിപ്പുകാർ കൂടിയാണ്. എത്ര കൂട്ടിരിപ്പുകാരാണെങ്കിലും ഞങ്ങൾ കൊടുക്കും. 3, ആശുപത്രി പരിസരങ്ങളിൽ അതുപറ്റി ജീവിക്കുന്ന കുറേ മനുഷ്യരും വന്ന് ഈ ഭക്ഷണം കഴിക്കാറുണ്ട്. 3, ഒരു കാര്യം ശ്രദ്ധിക്കുന്നു, പണമുണ്ടെങ്കിൽ പോലും ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ബൈസ്റ്റാൻഡറിന് വീട്ടിൽ പോയി ഈ പൊതിച്ചോറോ ഒന്നും കൊണ്ടുവരാൻ പറ്റുന്ന വിധം ഇല്ല, അണുകുടുംബാണ്, അവിടെ വേറൊരാളില്ല. അങ്ങനെയുള്ള മനുഷ്യർ, പൈസയെ കൊണ്ട് അവരുടെ കയ്യിൽ, പക്ഷേ അങ്ങനെയുള്ള മനുഷ്യരും ഇത് വാങ്ങുന്നുണ്ട്. അതിന് ആരോഗ്യമന്ത്രിയായിട്ടല്ല, രോഗിയായിട്ടോ മറ്റോ ഒന്ന് ആശുപത്രി പോകണം, സർക്കാർ ആശുപത്രിയിൽ. അപ്പോൾ കെ മുരളീധരന് മനസ്സിലാവും, ഞങ്ങളൊക്കെ അങ്ങനെ പോയവരാണ്, അങ്ങനെ ജീവിക്കുന്നവരാണ്. അപ്പോൾ കെ മുരളീധരൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ അങ്ങനെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കും കേട്ടോ, അപ്പോൾ മനസ്സിലാവും. മുരളീധരൻ നേരിട്ട് ഈ പൊതിച്ചോറ് വിതരണമൊക്കെ എന്ന് കണ്ടാൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞതിൽ മാറ്റി പറഞ്ഞേക്കാം. ഇല്ല, അതെനിക്ക് അറിയില്ല. രാഷ്ട്രീയം ഞാൻ ആദ്യം പറഞ്ഞൊരു പ്രശ്നമായ DYFI വിരോധമാണോ? ഞാൻ പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. ഇതിനകത്ത് ഇത് DYFIയോട് അദ്ദേഹം വിരോധം വെച്ചോട്ടെ, അതിന് അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ കൺവെൻഷൻ ഉണ്ടാകും, രാഷ്ട്രീയമായ കാരണമുണ്ടാകും. DYFI എതിർക്കപ്പെടേണ്ട ഒരു സംഘടനയാണ്. ഈ കൊടിയോട് എനിക്ക് വെറുപ്പുണ്ട്. അതിന് ചോറിൽ മണ്ണുവാരി ഇടരുത്, ഇതേ ഞാൻ പറയുന്നുള്ളൂ. അതിന് ഞങ്ങൾ കൊടുക്കുന്ന ചോറിൽ മണ്ണുവാരി ഇടരുത്, രക്തത്തിൽ മണ്ണുവാരി ഇടരുത്. അത് വേണ്ട. അതൊക്കെ എത്ര യുക്തിരഹിതമാണ്. അദ്ദേഹം ഇരിക്കുന്നൊരു കസേരയിൽ അദ്ദേഹം ചെയ്യേണ്ട എന്താ? പരമാവധി മനുഷ്യരെ ഇത്തരമൊരു പാർട്ടിസിപ്പേഷനിലേക്ക് കൊണ്ടുവരിക എന്നല്ലേ, അതല്ലേ ചെയ്യേണ്ടത്? പരമാവധി മനുഷ്യരെ പാർട്ടിസിപ്പേഷനിലേക്ക് കൊണ്ടുവരിക, പരമാവധി സംഘടനകളെ ഇത്തരം പാർട്ടിസിപ്പേഷനിലേക്ക് കൊണ്ടുവരിക എന്നല്ലേ, അതല്ലേ ഒരു മന്ത്രി ചെയ്യേണ്ടത്, നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ